വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മഹാരഥോത്സവത്തിന് രഥാരോഹണവും രഥചലനവും നടന്നു. വൈകിട്ട് മൂകാംബിക ദേവിയെ മഹാരഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് സാക്ഷിയാകാൻ പതിനായിരങ്ങളാണ് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയത്. രാവിലെ 8 മണിയോടെ രഥോത്സവത്തിനുള്ള പൂജകൾ തുടങ്ങി. മുഹൂർത്തബലി, ക്ഷിപ്രബലി, രഥബലി എന്നിവയാണ് രഥോത്സവത്തിന് മുന്നോടിയായി നടന്ന പ്രധാന ചടങ്ങുകൾ. തുടർന്ന് രഥാരോഹണം, അതിനുശേഷം പ്രതീകാത്മക രഥചലനവും നടന്നു. ക്ഷേത്രനടയിൽ നിന്ന് ഏതാനും ദൂരം വരെ രഥം എഴുന്നള്ളിക്കുന്നതാണ് ഈ ചടങ്ങ്. ദേവിയുടെ 2 വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചടങ്ങിനുണ്ട്. ഒരു വിശേഷമായിട്ട് രാവിലെ ഉഷഃ പൂജ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ദേവിക്ക് വിശേഷമായിട്ട് ശതരുദ്രം കൊണ്ട് ധാര കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ശിവേലിക്ക് എഴുന്നേൽപ്പാണ്. കഴിഞ്ഞിട്ട് ക്ഷിപ്രബലി കഴിഞ്ഞിട്ട് ദേവി രഥത്തിൽ എഴുന്നേൽക്കും. അതാണ് മുഖ്യമായ ചടങ്ങ്. ഇന്ന് ഈ ഉത്സവ ചടങ്ങാണ്. വിശേഷമായിട്ട് ശ്രീഭൂതബലിയും എല്ലാം കഴിഞ്ഞിട്ട് ദേവി രഥത്തിൽ എഴുന്നേൽക്കും. രഥത്തിൽ എറിഞ്ഞിട്ട് ദേവിക്ക് സ്വർണവൃഷ്ടി ചെയ്യും. സ്വർണവൃഷ്ടി ചെയ്തിട്ട് രഥത്തിൽ ദേവിനെ രഥം വലി എന്നാൽ ഒരു ഏകദേശം 12 മണിയുടെ സമയത്തിൽ രഥസ്ഥം ശാങ്കരീം ദൃഷ്ട്വ പുനർജന്മന വിദ്യത്തെ എന്ന രഥസ്ഥമായ ദേവിനെ കണ്ടാൽ അവനിക്ക് ജന്മം ഇല്ല എന്ന അത്ര ഒരു വിശേഷമായ ഒരു ദിവസമാണ്. ദേവി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്ന അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാനും രഥം വലിച്ചു നീക്കുന്ന ചടങ്ങിൽ പങ്കാളിയാകാനും പതിനായിരങ്ങളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വൈകിട്ട് രഥത്തിൽ ദേവിയെ സൗവർണിക നദീതീരത്തെ ഓലക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങും നടക്കും. ശശികുമാർ പടന്നക്കാടിനൊപ്പം മിഥുൻ പിള്ള, ജനം, കൊല്ലൂർ.